രക്തവീഴ്ചയും ശരീരത്തിൽ ജലാംശം നഷ്ടപ്പെടുന്ന രോഗവും. അപ്പൊ മച്ചാമാരെ, മലപ്പുറം ജില്ലയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു നേർച്ച കേട്ടോ. ആദ്യത്തെ നേർച്ചയാണ് പുതിയങ്ങാടി നേർച്ച എന്ന് പറയും. പോകുന്ന വഴിക്ക് ഫുള്ള് ബ്ലോക്കാണ്. ഇവിടെ ഒരു കിട്ടിക്കച്ച് സംഭവം കേട്ടോ. നേർച്ചയുടെ വരവ് രാത്രി 2 മണി, രാത്രിയല്ല പുലർച്ചെ വരെ ഉണ്ടാവും. അപ്പോൾ ഇത് ചെറിയ പ്രോഗ്രാമാണ്. പോകുന്ന വഴിക്ക് ഒരു ചെറിയ ബാൻഡ് സെറ്റ് മേളമാണ്. ഇപ്പൊ സമയം ഏകദേശം 9:55. പരിപാടി തുടങ്ങണുള്ളൂ. അങ്ങനെ നമ്മള് പുതിയങ്ങാടി നേർച്ചയ്ക്ക് മുന്നോടിയായിട്ടുള്ള ഒരു 1.5 കിലോമീറ്റർ ഏകദേശമൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനിയും ഒരുപാട് നടക്കേണ്ടതുണ്ട്. പക്ഷെ ഇപ്പൊ തന്നെ ആഘോഷങ്ങളും നേർച്ചയുടെ ഭാഗമായിട്ടുള്ള ഒരുപാട് സംഗതികളോടെ വന്നിട്ടുണ്ട്. നോക്കിക്കേ, ഒരുപാട് മത്സരങ്ങൾ കേട്ടോ. അവിടെ ഈ സൈഡിൽ കണ്ടോ, നമ്മളെ ബോൾ എറിയുന്ന പോലെ ഉള്ള മത്സരങ്ങൾ. ഇതൊക്കെ ഗിഫ്റ്റ് സംഗതികളാണ്. ഇതവിടുത്തെ ട്രെയിൻ പോയിരുന്നത്. ട്രെയിനുകൾ ഇപ്പുറത്ത് ഏന്ത്രുഞ്ഞലുണ്ടോ അവിടെ ലോങ്ങില്, മരണക്കിണറ്, എല്ലാ സെറ്റപ്പും ഇട്ടാ. ഇതെല്ലാം ലോങ് പോകുന്നുണ്ട് കേട്ടാ. എല്ലാവരും ഇത്രയും ആള് ക്യൂ നിൽക്കണം അത് കാണാനായിട്ട്. ഏന്തറിഞ്ഞാല് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. മരണക്കിണറില് ആളുകളുണ്ട് കേട്ടോ. ഇവിടെ ഗാനേശ്വരില് ഗാനമേളയുണ്ട്. ഇവിടെ ചെറിയൊരു 3D ഷോട്ട് കേട്ടോ. നമ്മള് നേർച്ച നഗരി എത്തുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഫുള്ള് ബ്ലോക്കാണ്. ഒരു രക്ഷയില്ല. നല്ല കിടിലൻ വരവുകളും കാര്യങ്ങളൊക്കെ കണ്ടു. ഒരു പഴക്കൊലവരമൊക്കെ നിങ്ങൾ കണ്ടില്ല. ഇപ്പൊ അതാണ് നേർച്ചയുടെ പ്രത്യേകത. ഇനി നമുക്ക് നോക്കാം, മുന്നോട്ട് പോയി നോക്കാം എന്തെല്ലാം സംഗതികളാണ് നോക്കാം. നമ്മള് ആദ്യത്തെ ആനയെ കണ്ടിരിക്കട്ടോ. പുതിയങ്ങാടി നേർച്ചയിൽ അങ്ങനെ ആദ്യത്തെ ചൈനീസ് ആട്ടോ കാണുന്നത്. ഈ കൊല്ലം 2024 നേർച്ചയുടെ ആദ്യത്തെ ചൈനീസാണ് മച്ചന്മാരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് നമുക്ക് പൂര രാവുകളാണ്. അപ്പൊ അച്ഛന്മാരെ, പുതിയങ്ങാടി നേർച്ച 3 ദിവസം നീണ്ടു നിൽക്കുന്ന നേർച്ചയാണ് കേട്ടോ. ഇവിടെ ഇപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 2ാമത്തെ ദിവസമാണ്. ഇന്നലെ ആയിരുന്നു കൊടിയേറ്റം.
അപ്പോ ഇത് രണ്ടാമത്തെ ദിവസം വരവും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. നാളെ ഇപ്പൊ ഇത്ര നടക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട് ഈ സമയത്ത്. നാളെ ഒരു ഗ്യാപ്പും ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല ആളുകൾ തിക്കും തിരക്കുമായിരിക്കും. രാത്രി 4 മണി വരെ ഇവിടെ പ്രോഗ്രാമുകൾ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഇനി പള്ളിയിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. മച്ചന്മാരെ നമ്മളങ്ങനെ പുതിയങ്ങാടി പള്ളിയുടെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആ കൊടിമരം. ഇന്നലെ ഒരു കൊടി ഉയർത്തിയാണ് കണ്ടോ ബോറില്. ഇതാണ് ആ പള്ളിയുടെ ദൃശ്യങ്ങൾ. പള്ളിയുമായിട്ട് കേന്ദ്രീകരിച്ച് നടക്കുന്ന ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് പോയി നോക്കണം. Catering service and event management, Pudiangadi and Alapudi. ഇതാട്ടോ പഴക്കല വരവ്. പുതിയങ്ങാടി നേർച്ചയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള പഴക്കല വരവ്. പള്ളിവേടകളിൽ നിന്നുള്ള കുർബാനകൾ കൊണ്ട് പവിത്രമായ വട്ടപ്പെടുവാൻ അകത്തത്തിനാട്ടി നാനാജാതി മത അതുകൂടാതെ ഒരുപാട് മത്സരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചാനന്മാരുടെ ഇടയും കേട്ടിട്ടുണ്ട്. ഗൈസ്, ഇവിടേക്കുള്ള വരവുകളില്ലേ, സാധാരണ നമ്മള് വരവുകൾ എന്നറിയപ്പെടുന്നത് പെട്ടി വരവുകൾ എന്നുള്ള രീതിയിലാണ്. നമുക്കിവിടെ ഒന്ന് എറിഞ്ഞു നോക്കിയാലോ. 3 മൊന്തയും ഒറ്റ ഏറിൽ വീഴ്ത്തിയാൽ 100 രൂപ സമ്മാനം. മച്ചന്മാരുടെ ഫാമിലി ഗെയിം ഉണ്ട് കേട്ടോ. ഇവിടെ റിങ്, നമ്മളാ ചൂരൽ റിങ് ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കുറെ കാലായി ഇങ്ങനെ നോക്കിയിട്ട്. ശരിയാ ഷെബിന്റെ മാസ്മരി കയറാണ് കേട്ടോ. ഒന്ന് കേട്ടുണ്ട്. ദൂരിച്ചോ ആരെങ്കിലും ഇട്ടോളി. ഇടുമ്പോ കിട്ടാലാണ്. ഹോർലിക്സ് ബൂസ്റ്റ് ഏതാണ്? ഉന്നം പറയും. ഇഞ്ചിത്ത് അൻപമ്പേക്ക് കറക്റ്റ് ഇട്ടേക്കാന്. പതിനഞ്ചത്തിന് കയറി വാ കഴിഞ്ഞ ചെവി കയറി. ഞാൻ ലാസ്റ്റ് അത് ഷെബിയുടെ മാസ്മരികമായിട്ടുള്ള ഏറാട്ടാ. ഇതിന്റെ അങ്ങനെ സാഹസികമായി 100 രൂപ പോയിരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഗെയിം നോക്കാം. മാസ്മരികമായി 100 രൂപ പോയിരിക്കുന്നു.
കളർ മുട്ടായി, ചേരൻഡേസുകള്, വിവിധ വെറൈറ്റി ഐറ്റംസ് കേട്ടോ. ഇതൊരു ക്രഷറാണ്. പലതരം സ്വീറ്റ്സ്. ബ്ലോക്ക് വീഴ്ചയും ശരീരത്തിൽ ജലാംശം നഷ്ടപ്പെടുന്ന രോഗവും ബാധിച്ച് ഇദ്ദേഹം 7 വർഷമായി വളവന്നൂർ ഹോസ്പിറ്റൽ വിനീതമായി ഞങ്ങൾ അപേക്ഷിക്കുകയാണ്.